പക്ഷം. അല്ലാതെ ശരി, വളരെ വ്യക്തമാണ്. താങ്കളുടെ പക്ഷം വളരെ വ്യക്തമാണ്. നമുക്ക് സമയക്കുറവുണ്ട്. എല്ലാവരിലേക്കും മറ്റുള്ളവരിലേക്കും പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. ശ്രീ ഗോപകുമാർ, അങ്ങനെ നോക്കുമ്പോൾ ഒരു സമ്പദ്ഘടനയിൽ ഉണർവ് നൽകുന്ന ഒരു ബജറ്റ് എന്ന വിലയിരുത്തലുണ്ട്. അല്ലെങ്കിൽ CPM പ്രതിനിധി പറയുന്നു ഈ ബജറ്റ് മികച്ച കാഴ്ചപ്പാടോട് കൂടിയുള്ളൊരു ബജറ്റാണെന്ന് പറയുന്നു. പൊതുപ്രവർത്തകനായ ശ്രീ ചാക്കുണ്ണിക്കും വലിയ എതിരഭിപ്രായങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ബജറ്റിനെ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നത്? ഈ ചർച്ചകൾക്ക് ശേഷം താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? വിലയിരുത്തലിൽ നേരിയ ഒരു ചായ്വ് ഉണ്ടാകുന്നുണ്ടോ? അല്ല, എനിക്ക് മുമ്പ് സംസാരിച്ചു പോയ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചാൽ കഴിഞ്ഞ ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ സമർത്ഥിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കഴിഞ്ഞ ബഡ്ജറ്റിന്റെ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ആ പ്രഖ്യാപനത്തിനകത്ത് അവിടെ 7,600 കോടി രൂപ വയനാട് പാക്കേജിനും 12,150 കോടി രൂപ ഇടുക്കി പാക്കേജിനും തീരദേശ പാക്കേജിനായി 12,000 കോടി രൂപയും സമർപ്പിച്ചിരുന്നു. അതിൽ ഒരു രൂപയെങ്കിലും അവിടെ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അത് റിയാലിറ്റിയിൽ എത്തിക്കാൻ ആ പദ്ധതികൾ ആരംഭിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് ഏറ്റവും വലിയ ബൃഹത്തായ 3 പാക്കേജാണ്: തീരദേശ പാക്കേജ്, ഇടുക്കി പാക്കേജ്, വയനാട് പാക്കേജ്. അപ്പൊ അതൊരു എക്സാമ്പിളായി എടുത്തു കാണിച്ചാൽ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ 9,000 കോടി രൂപയാണ് ലഭിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഈ ഗവൺമെന്റിന് 53,000 കോടി രൂപ ലഭിച്ചിരിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം സൺറൈസ് പാക്കേജസിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇവിടെ സൺസെറ്റ് പാക്കേജ് എന്ന് പറയുന്നത് ആകെ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്ട്രാക്ഷൻ മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ രാജ്യത്ത് സൺസെറ്റ്. എന്നാൽ സൺറൈസിംഗ് എന്ന് പറയുന്നത് ഹൈഡ്രോ പെട്രോൾ ഏരിയകളിലും അത് പെട്രോ കെമിക്കൽ ഏരിയകളിലും ഫുഡ് പ്രോസസ്സിങ്ങും അതോടൊപ്പം തന്നെ സ്പേസ് ടൂറിസവും ഓൺലൈൻ എൻസൈക്ലോപീഡിയൊക്കെയാണ് ഈ സൺറൈസ് പ്രോജക്റ്റിന്റെ ഭാഗമായി പ്രവർത്തിച്ചു പോകുന്നത്. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പൊ IT ഇൻഡസ്ട്രിയിൽ സൺറൈസിന്റെ എടുത്താൽ എക്സാമ്പിൾ കാലിഫോർണിയയും ബാംഗ്ലൂരുമാണ് 2 സ്പേസ് ആയി ലോകത്തുള്ളത്. കാലിഫോർണിയ ആൻഡ് ബാംഗ്ലൂർ. ഈ ബാംഗ്ലൂരിനകത്ത് അവിടെ ഒരു IT ഇൻഡസ്ട്രിയിൽ സ്പേസിനകത്ത് ഒരു സൺറൈസ് പാക്കേജ് എന്ന് പറയുമ്പോൾ അവിടെ ബാംഗ്ലൂർ നഗരത്തിന്റെയും വിശാലമായ കർണാടക നഗരത്തിലെയും കിട്ടിയിരിക്കുന്ന ആദ്യം ഇവിടുത്തെ നമ്മുടേതായ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് സെലക്ട് ചെയ്യുന്ന കഴിവുള്ള ആളുകൾ IT ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുമ്പോൾ അത് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ഇൻഡസ്ട്രീസ് തന്നെ കൂടുതൽ നല്ല ഇൻഡസ്ട്രീസ് ബാംഗ്ലൂരിലേക്ക് വരുന്നു. അവിടെ എന്താണ് നമുക്കൊരു IT ഇൻഡസ്ട്രി ഇവിടെ വരുമ്പോൾ IT ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ സ്റ്റേറ്റിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ കാർഷിക രംഗത്ത് തമിഴ്നാടും IT ഇൻഡസ്ട്രി ബാംഗ്ലൂർ മാറിയെങ്കിൽ അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു വിത്തിട്ട് ഒരു തൈ വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിത്ത് ഇടേണ്ട സമയം ഒരു 5 വർഷം മുമ്പ് ഇടേണ്ട വിത്ത് 5 വർഷം കഴിഞ്ഞിട്ടതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ്. അതായത് ട്രാക്ടർ അടിച്ചു തകർത്ത ചരിത്രം, ഇവിടെ ഇവിടെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ചരിത്രം, ഇത് രണ്ടിന്റെയും ഉത്തരവാദിത്വം. എന്തെങ്കിലും കാരണവശാൽ ഈ സംസ്ഥാനത്ത് IT മേഖലയും ഈ സംസ്ഥാനത്ത് കാർഷിക മേഖലയ്ക്കും കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് രാജ്യത്ത് മുന്നോട്ട് പോകേണ്ട ഒന്നാമതായി നിൽക്കേണ്ട ഏറ്റവും കഴിവുള്ള പ്രഗത്ഭരായ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുള്ള സ്ഥലത്ത് മുന്നിൽ നിൽക്കേണ്ട സ്ഥലത്ത്. അപ്പോൾ ഈ നേരത്തെ ചോദ്യം ഞാൻ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് കണ്ടതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഗവൺമെന്റ്, വളരെ പരാജയപ്പെട്ടു പോയ ഗവൺമെന്റ്, കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞു പോയ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് പുതിയൊരു പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനത്തിൽ നിന്ന് എന്ത് റിസൾട്ടാണ് ഉണ്ടാകാൻ കഴിയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെയുള്ള കമ്പാരിസൺ മാത്രം നടത്തിയാൽ മനസ്സിലാക്കാം. ഒന്നുകൂടി ഇവിടെ അടിസ്ഥാന വികസനം only 35 crores ആണ് ഈ ഗവൺമെന്റ് ബഡ്ജറ്റ് പാക്കേജിൽ പറഞ്ഞിരിക്കുന്നത്. കേവലം 35 കോടി രൂപ കൊണ്ട് ഒരു പാലം പോലും പഠിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് 35 കോടി രൂപയാണ് അടിസ്ഥാന വികസനത്തിനായി. അപ്പോ എല്ലാ മേഖലയിലും കടന്നുപോയി എന്ന് എനിക്ക് മുൻ സംസാരിച്ച ഇടതുപക്ഷ പ്രതിനിധി സുഹൃത്ത് പറഞ്ഞുപോയി. അതെ, എല്ലാ മേഖലയിലും കടന്നുപോയി. 5 കോടി, 3 കോടി, 2 കോടി, 4 കോടി, അത് ആ സമൂഹത്തിൽ അല്ലെ മേഖലയിലുള്ള ഓരോ കാര്യങ്ങൾക്കും യാഥാർത്ഥ്യം കഴിയില്ല എന്ന്. അതുകൊണ്ട് താങ്കൾക്ക് എന്തോ പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചു. എന്താണ് പറയാനുള്ളത്? ഇതിനകത്ത് IT മേഖല ഈ 2 പാനലിസ്റ്റ് CPM-ന്റെ ഇടതുപക്ഷ